ഒരു വട്ടം വന്നപ്പോൾ അതിന്റെ ബൈക്കിൽ നിന്ന് എല്ലാ ഓട്ടോകളും ഇത് കഴിഞ്ഞു. എന്തായാലും ബദ്ബ ഡൂൺസ് കാണണം. 23 കംപ്ലീറ്റ് ആക്കപ്പെട്ട ഈ ഒരു പ്ലാന്റ് കാണാൻ ആഗ്രഹം. നമസ്കാരം, ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നത് അബുദാബിയിലെ അൽ ബദ്ബ ഫോസിൽ ഡൂൺസ് കാണാനായിട്ടാണ്. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ. എന്താണെന്നല്ലേ, എന്റെ ഈ വീഡിയോ കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. ഇതുപോലുള്ള ഹിഡൻ ട്രാവൽ വ്ലോഗ്സ് വീക്കിലി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന മുഴുവനും ബദ്ബയിലെ ഫോസിൽ ഡൂൺസ് ഏരിയ ആണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊന്ന് സൈറ്റ് മേലൻസ് ആയതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ്. ടെമ്പറലി ക്ലോസ്ഡ് എന്നാണ് അവർ പറഞ്ഞത്. എന്ന് ഓപ്പൺ ചെയ്യുന്ന ചോദിച്ചപ്പോൾ അവർക്ക് ഏതൊരു ഐഡിയ ഇല്ല. എന്തായാലും ബദ്ബ ഡൂൺസ് കാണണമെന്ന് ആഗ്രഹിച്ച് കുട്ടികളെ കൊണ്ട് വന്നത് വെറുതെ ആയി. ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ പുറത്ത് കാണുന്ന കുറച്ച് വിഷ്വൽസ് എടുത്തു. പക്ഷെ പുറമേ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും എനിക്ക് അവിടെ തോന്നിയില്ല. എന്നാലും പിന്നെ പുറത്ത് കാണുന്ന വിഷ്വൽസ് എല്ലാം എടുത്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന സമയത്ത് ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കമന്റിലൊന്ന് മെൻഷൻ ചെയ്യണം. ആ കമന്റ് ഞാൻ പിൻ ചെയ്തിടുന്നതായിരിക്കും. എന്തൊക്കെയായാലും യാത്ര ചെയ്തുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് പോയി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വലിയൊരു സോളാർ പ്ലാന്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റി. അടുത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും അൽ ദഫ്ര പ്രോജക്ട് PV എന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രോജക്റ്റ് ആണ് കേട്ടോ ദഫ്രയുടെ. അതൊരു ചെറിയ ഏരിയ എന്നല്ല, ഇച്ചിരി നല്ല അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് നമ്മുടെ അബുദാബിയിൽ 2023 കംപ്ലീറ്റ് ആക്കപ്പെട്ട ഒരു വലിയൊരു പ്ലാന്റ് ആണിത്. സോളാർ പ്ലാന്റ് ആണ്. അവര് ഒരു സിംഗിൾ സൈറ്റിൽ തന്നെ ഇത്രയും പ്ലാന്റ് അവര് യൂസ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വന്നിട്ട് ഒരു 4 മില്യൺ സോളാർ പാനൽ ഉണ്ടെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ മനസ്സിലാക്കാൻ പറ്റിയത്. അത് മാത്രമല്ല, ഇതില് 2 ഗഗാവാട്ട്സിന്റെ സോളാർ കപ്പാസിറ്റിയും ഇതിനുണ്ട്. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അബുദാബി സിറ്റിയിൽ നിന്നും 30-35 കിലോമീറ്റർ സൗത്തോട്ട് മാറിയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നെറ്റ് സീറോ ബൈ 2050 എന്ന പ്ലാനിലേക്ക് ഈ ഒരു സോളാർ പ്ലാന്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്ക് അകത്തോട്ട് എൻട്രി ഒന്നുമില്ല. ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ കാഴ്ചയെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു ഒട്ടകത്തിന്റെ ഒരു ഫാം ഹൗസ് ഇവിടെ കണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിനകത്തൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. കുറച്ച് ദൂരമുള്ളെങ്കിലും ആ മണലെല്ലാം കയറുമ്പോഴത്തേക്കും കുട്ടികളൊന്ന് ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. ഞങ്ങളങ്ങനെ ഒട്ടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സുഡാനി, ഈ ഒട്ടകങ്ങളൊക്കെ പരിപാലിക്കുന്ന ഒരാൾ, ഒരു സുഡാനി അവിടെ വന്നായിരുന്നു. അയാൾ വന്നിട്ട് ഒട്ടകത്തിന് ആഹാരം കൊടുക്കണ കാണിച്ചു തരാൻ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി അത് കാണിച്ചു തന്നായിരുന്നു. അയാളുടെ ഭാഷയിൽ ഒട്ടകങ്ങളെല്ലാം വിളിച്ചു വരുത്തി. ഒരു ഒട്ടകം വന്നപ്പോൾ അതിൻ്റെ ബൈക്കിൽ നിന്ന് എല്ലാ ഒട്ടകങ്ങളും ഇത് കഴിക്കാനായിട്ട് വന്നായിരുന്നു. ഞാനൊന്ന് കൈ കാണിച്ചപ്പോഴത്തേക്കും ഒരു ഒട്ടകം വിചാരിച്ച് ഞാനെന്ത് ആഹാരം കൊടുക്കാൻ പോകുന്നു. അത് ഞാൻ എൻ്റെ നേരെ കയ്യിൽ കടിക്കാൻ വന്നു. കഴിക്കാത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തിരിഞ്ഞ് അതിന്റെ പാടം നോക്കി പോവുകയും ചെയ്തു. മണലിന് ഇച്ചിരി മുകളിലായതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒട്ടകത്തിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അയാൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന്റെ അടുത്ത് നിന്നും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇതിലെ പോകുന്ന ആൾക്കാർ ഈ ഒട്ടകങ്ങളെ കാണാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ട് വരാറുണ്ടെന്നാണ് ഈ ഒട്ടകത്തെ നോക്കുന്ന ആൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. അയാൾ എന്നെ വിളിക്കുന്നുണ്ട്. അൽ ബദ്ബ ഫോസിൽ ഡൂൺസ് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഒട്ടകങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ കുട്ടികൾ ഹാപ്പി. ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ചിറങ്ങി. എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചേക്കുക. അതുപോലെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത് കേട്ടോ.